മൂന്നാറിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്ന് ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ. CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. നിലവിൽ ഒരു രാഷ്ട്രീയ കക്ഷിയിലും താൻ അംഗമല്ലെന്നും എസ് രാജേന്ദ്രൻ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പരസ്യമായി ആർക്കും വോട്ട് ചോദിച്ചിറങ്ങിയിട്ടില്ല. പക്ഷേ മുൻകാല അനുഭവത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് ഇടപെട്ട് വോട്ട് അവർക്ക് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ശത്രുതാ മനോഭാവമായി നിലപാട് സ്വീകരിക്കുന്ന CPM-ൻ്റെ നേതാക്കളോടൊപ്പം അവരുടെ നിലനിൽപ്പിനെ വോട്ട് അഭ്യർത്ഥിക്കുവാനും വോട്ട് ചെയ്യണമെന്ന് പറയുവാനും ആഗ്രഹമില്ല. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ രാഹുൽ വിജയൻ, എസ് രാജേന്ദ്രൻ ഇപ്പോഴും ഒരു സഹയാത്രികനായി കാണാൻ CPM-ന് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് CPM-ഉമായിട്ട് എസ് രാജേന്ദ്രൻ അകന്നത്. അകൽച്ച ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇടക്കാലത്ത് എപ്പോഴെങ്കിലും എസ് രാജേന്ദ്രൻ ഏതെങ്കിലും പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. അതിന് എസ് രാജേന്ദ്രൻ തന്നെ വഴിവെക്കാറുമുണ്ട് എന്നുള്ളത് ഇതിനു മുമ്പുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതുമാണ്. ഇത്തവണ സമാനമായ രീതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഈ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എസ് രാജേന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ചു പരസ്യമായി എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന ആരോപണം. അതിന് ചില തെളിവുകളും അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ താൻ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ താൻ MLA ആയി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ MLA ആയി മത്സരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ തനിക്കൊപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ഫോണിലൂടെ വിളിച്ച് പറയുക മാത്രമാണ് ചെയ്തത്. നേരിട്ട് പരസ്യ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എസ് രാജേന്ദ്രന്റെ വിശദീകരണം. മാത്രമല്ല ഏതെങ്കിലും ഒരാളോട് നേരത്തെ മുൻപ് CPM-ലോ CPI-ലോ ഉണ്ടായിരുന്ന ആളുകളോട് BJP സ്ഥാനാർത്ഥി ആകരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ BJPക്ക് വോട്ട് ചെയ്യരുതെന്നും താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ ഉറച്ച നിലപാടിലാണ്. CPM-ന് വോട്ട് ചെയ്യാൻ പറയണമെന്ന് താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എസ് രാജേന്ദ്രൻ പറയുന്നത്. അതായത് ഏതെങ്കിലും വിധത്തിൽ താൻ ഇപ്പോഴും CPM-ലാണെന്ന് വാദിക്കാൻ എസ് രാജേന്ദ്രൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല കൂടെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJPയോട് മുൻപുണ്ടായിരുന്ന ആളുകളുടെ ഒരു എതിർപ്പ് അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം മുൻപുണ്ടായിരുന്ന ഒരു എതിർപ്പോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും BJPയുടെ ആളുകൾക്ക് ഇപ്പോഴില്ല എന്നുകൂടി എസ് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനർത്ഥം മനസ്സിലാക്കാനും കഴിയുന്ന അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് BJPയുമായിട്ടുള്ള സഹകരണം എസ് രാജേന്ദ്രൻ അന്തർധാരയിൽ സജീവമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം വന്നപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയും ചെയ്യുന്ന നിലപാട് എസ് രാജേന്ദ്രൻ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.